ഹേ ഗായ്സ്, കുറെ ആയിട്ട് ഈ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോഴൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യും, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് ഇന്നു മുതൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നമുക്ക് പിന്നീടുള്ള കാലത്തൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് തോന്നിയത് കാരണം ഇങ്ങനെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. സോ ഇന്നു മുതൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ഉണ്ടായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഹെഡ്വേർഡ് അക്കാഡമിയുടെ ഒരു ഒരു കിഡിലൻ പ്രൊജക്റ്റുമായിട്ട് മുക്കം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. NIT കോഴിക്കോട് നിന്ന് NIT മുക്കത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, സോ എൻ്റെ കൂടെ ക്യാമറാമാൻ, എൻ്റെ ക്യാമറ ചലിപ്പിക്കുന്നത് മിസ്റ്റർ ഉനൈസ് ആണ്. ഉനൈസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് കോർഡിനേറ്റർ ഡോണയുണ്ട്. ഡോണ എൻ്റെ വ്ളോഗിലോട്ടൊരു ഹായ് കൊടുക്കൂ. ഡോണ നല്ല പണിയിലാണ്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം തന്നെ ഡോണ സമയത്തൊന്നും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഗൈസ്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു കട്ടാണ്. ഈ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു. അതൊരു ആക്ടിങ് കമ്പാരിസൺ എന്നതിനപ്പുറത്തോട്ട് ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതായിരുന്നു. അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആക്ടറിനേക്കാൾ എനിക്കിഷ്ടം കുറച്ചുകൂടെ ആക്ടിങ് സ്കില്ല് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതും ഫഹദ് ഫാസിലാണ്. പക്ഷെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. ദുൽഖർ സൽമാൻ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ദുൽഖർ സൽമാനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പ്രസന്റ് ചെയ്യുന്ന രീതിയും അയാളെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു പ്ലാനിങ്ങും ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, നമുക്ക് കുറച്ചേ ഉള്ളൂ എങ്കിലും അത് ഒരുപാടുള്ളതായിട്ട് മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും നമ്മളെ പ്രസന്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ എനിക്കൊരു പ്രസന്റേഷൻ സ്കില്ല് കുറച്ചേ ഉള്ളൂ എങ്കിലും അത് ഒരുപാടുണ്ട് എന്ന് ഓഡിയൻസിനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണല്ലോ എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദുൽഖർ സൽമാനും അത് നിങ്ങൾക്ക് എൻ്റെ പഴയ ഇതിനു മുന്നേ ഉള്ള റീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിനകത്ത് കുറേ കോമെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് DQ is ബെറ്റർ, അതുപോലെ തന്നെ എനിക്ക് താൻ ഏതാ, അങ്ങനെയുള്ള കുറേ കോമെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരിലോട്ട് എത്തിയത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ളൊരു ഡിസ്കഷനൊക്കെ വരുന്നത്. പക്ഷെ അത് എൻ്റെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കും, ഞാൻ മനസ്സിലാക്കിയ ചില വസ്തുതകളായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോ ഫഹദ് ഫാസിലിനേക്കാൾ നല്ല ആക്ടർ ദുൽഖർ സൽമാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ദുൽഖർ സൽമാനേക്കാൾ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് ഫഹദ് ഫാസിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയല്ല. അപ്പൊ അത് ആരെയും മനസ്സ് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ ഫാൻസ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ നിങ്ങൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗൈസ്, ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഈ ആദ്യം എടുക്കുന്ന വ്ളോഗിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ റോഡ് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിനോട് പറയാം, ഹേ ഗൂഗിൾ, ഗൂഗിൾ മിണ്ടണില്ല. NIT കാലിക്കറ്റ്. എന്താ ഈ പറയണ, ഇതല്ലേ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് നേരെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ലെഫ്റ്റ് കട്ട് ഉണ്ട് കേട്ടോ, അതിൽ കൂടെ പോവാം. ഓക്കെ, സെറ്റ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗൂഗിൾ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വഴി മാറിയതാണെങ്കിലും അടിപൊളി റോഡാട്ടോ. റോഡിൽ ആരും ഇല്ല. മാത്രമല്ല ഒരു കാം പരിപാടി ഉണ്ട്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡുണ്ട് അല്ലെ. മഴ പെയ്യണോ പെയ്യണ്ടോ എന്ന് കൂലങ്കഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രാഫിക്കും ഉണ്ടായിരിക്കും, നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോ നമുക്ക് കൂളായിട്ട് നമ്മൾ മാത്രമേ റോട്ടിലുള്ളൂ. പിന്നെ അതൊരു ചേട്ടൻ പോകുന്നുണ്ട്, ഒരു ചേട്ടൻ ഓട്ടോയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലാതെ വേറെ ആരുമില്ല. അത് മാത്രല്ല ഈ ഒരു ഏരിയ അടിപൊളി അല്ലേ. എന്തുകൊണ്ട് തോന്നുന്നു, ഉനൈസ് എന്താ തോന്നുന്നു? നല്ല പ്രകൃതി രമണീയത നല്ലോണം തുളുമ്പുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പോവാണ് ഗൈസ്. മഴ പെയ്യണോ പെയ്യണ്ടയോ എന്നുള്ള ആലോചനയിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മഴ തന്നെ
മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു രക്ഷയില്ലാത്ത അമ്പോ അങ്ങോട്ട് നോക്കിയ റോഡ് സംഭവം. വഴി തെറ്റിയാലും നമ്മൾ ഈ റോഡ് കണ്ടുപിടിച്ചിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ച് പീസ്ഫുൾ മൈൻഡിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രൈവൊക്കെ ആവാം, അടിപൊളിയായിരിക്കും. എന്താ തോന്നുന്നു നീ സാർ? നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി ഒരു ചായക്കട കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഡോണയുടെ ആ ഒരു പരാതി നമുക്ക് പരിഹരിക്കാം. എന്നിട്ട് ഭക്ഷണം കഴിക്കാം. വിശക്കുണ്ട്. ഏകദേശം 10:30 മണിയായി. 10:45 നമ്മൾ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റിന്റെ ടീം. സോ അതിന്റെ മുന്നേ എത്തണം. അത് 10:28 എത്തുന്ന കാണിക്കണത് അല്ലേ? നോക്കി നോക്കട്ടെ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് ഡോണ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ഗായ്സ്. ഹോട്ടൽ കാണും, ഹോട്ടൽ എല്ലാം കാണും. അത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഔട്ട്ഡോർ ക്യാമ്പസ് നോക്കാനാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ വല്ലാണ്ട് റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങലും അവിടെയുള്ള ഡിസ്കഷനും ആ ഏരിയ നോക്കലൊന്നും നടക്കൂല. അപ്പം മഴ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരുകയാണെന്നുണ്ടെങ്കിൽ നന്നാവുമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. അവിടെ പോയിട്ട് പോസ്റ്റ് ആവും, നല്ല പോസ്റ്റ് ആയിരിക്കും. തിരിച്ച് ഓഫീസിലേക്ക് ഒരു 12 മണിയാകുമ്പോഴത്തോട്ട് എത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇനി ഒന്നുകിൽ ഡോണയുടെ അഭിപ്രായം മാനിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറും. അതല്ല സമയം വൈകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ NIT-യിൽ നമ്മളിപ്പോൾ പോകുന്ന പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, കോഴിക്കോട് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ വരുന്നു, നമ്മുടെ വളരെ പ്രിയപ്പെട്ട രജീഷ് ഭായ്. കമോൺ, രാജ സ്റ്റുഡിയോസിന്റെ സ്വന്തം NIT കാലിക്കറ്റിന്റെ രജീഷ് ഭായ് ഇതാ വരുന്നു. രജീഷ് ഭായ്, നമ്മളുടെ വ്ലോഗാണിത്. സംസാരിക്കും, 2 വാക്ക് എന്റെ ഓഡിയൻസിനോട് സംസാരിക്കും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഡോണക്ക് ഭക്ഷണം വേണമെന്ന് അറിയണ്ടേ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഇവിടെ. നോർമൽ ഫുഡ്. അതെ അതെ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നോർമൽ ആയിട്ട്. നിങ്ങൾ കഴിച്ചാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇങ്ങനെ റൈറ്റ് പോവാ. അപ്പൊ നമ്മള് രജീഷ് ഭായിയുടെ അടുത്ത് ഒരു സജഷൻ ചോദിച്ചിട്ട് മൂപ്പര് സജസ്റ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് വിരുന്ന് എന്ന് പറഞ്ഞിട്ട്. നോർമൽ ആയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചായിട്ട് നമ്മൾ വിരുന്ന് കാണുന്നു ബോർഡ് ഇതല്ലേ വിരുന്ന്. എവിടെയാണ് അപ്പൊ ഇത്? റെസ്റ്റോറന്റ് കാണുന്നില്ലല്ലോ. എവിടെയാണ് നോർമൽ ഫുഡ് കിട്ടുന്ന വിരുന്ന്? ഇതാണ് വിരുന്ന്. രജീഷ് ഭായ് അങ്ങനെ നല്ല സജഷൻസ് മാത്രമേ തരാറുള്ളൂ. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, വണ്ടി നിർത്തിയിരിക്കുന്ന ഒരു രീതി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? കുറച്ച് ഓഫ് റോഡ് സെറ്റപ്പിലാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കൂല. എൻ്റെ വീട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കുന്ന പുട്ട് പോലെയാണ് ഇതിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലില്ല. എന്തായാലും രജീഷ് ഭായ് ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടി ഇരിക്കണ ഇരുത്തം നോക്ക്, എനിക്ക് അത് കണ്ടിട്ടാണ് അല്ലേ, ചരിഞ്ഞ ഒരു ആനേനെ പോലെ ഇല്ലേ. ചേച്ചി അയിലക്കറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആഹാ, അയില, ചെറിയ അയിലയാണ്. അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കേട്ടോ? അപ്പൊ രജീഷ് ഭായ് പറഞ്ഞിട്ടാണ് നമ്മള് മറ്റേ വിരുന്ന് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന്. ചേച്ചിയുടെ ഫുഡ് അടിപൊളിയാണ്. ഇത്രയും കഴിച്ചത്, അതായത് 5 അയില, പിന്നെ ഒരു പാർട്സ് പൊറോട്ട, ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആകെ 230 രൂപ വന്നിട്ടുള്ളൂ. ചേച്ചി അടിപൊളിയാണ്. ചേച്ചിയുടെ ചിരി പോലെ തന്നെ ചേച്ചിയുടെ ഫുഡും അടിപൊളിയാണ്. അപ്പോൾ ഇതാ കട്ടാങ്ങലല്ലത്, കട്ടാങ്ങൽ വന്നു കഴിഞ്ഞാൽ വിരുന്നി വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക. അടിപൊളിയാണ്. അപ്പൊ ശരി ചേച്ചി. അപ്പൊ രേഷ് ഭായ്, നമ്മളെ വ്ളോഗിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചർച്ചയിലാണ് ഞാൻ, ഒരു ആലോചനയിലാണ്. നിങ്ങളുടെ ഒരു സജഷൻ പറയും, നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുക, എന്തൊക്കെയാണ് ഉൾപ്പെടുത്താണ്ടിരിക്കുക.
കാരണം ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മളുടെ പേഴ്സണൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ വ്ളോഗ് ഏത് രീതിയിലാണ് ആൾക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കേണ്ടത്, നമുക്ക് എന്ത് മാത്രം പോരാ. ഇതൊരു സാധാരണ ഇങ്ങനെ നമ്മുടെ കളിയും ചിരിയും കാണുക അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ്സ് കാണുക എന്നതിനൊക്കെ അപ്പുറത്തോട്ട് ഏതെങ്കിലും രീതിയിൽ ആൾക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു മോട്ടിവേഷൻ നമ്മുടെ വ്ളോഗിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവണം. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള യാത്രകളും അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഓപ്പറേഷൻസ് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താന്നുള്ളതാണ്. അതോടൊപ്പം നമ്മളുടെ കുറച്ച് സുഹൃത്ത് വലയങ്ങളും ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ടൈം ടു ടൈമിൽ ബ്ലോഗ് വന്ന സമയത്ത് ബോസിനെ ക്യാമറ ശരിക്ക് കാണിക്കും. ഫോട്ടോഗ്രാഫർ കേരളത്തിലല്ല, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ഫോട്ടോഗ്രാഫറാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം വരാൻ സമയം ഇല്ല എങ്കിൽ കൂടെ ആ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളോടൊപ്പം വന്നതിൽ വളരെയധികം നന്ദി ആദ്യം അറിയിച്ചോളൂ. ഓക്കെ, കൊടുക്കും. പീരീഡ് ആളുടെ കൺസെപ്റ്റ് ഒരുപാട് ചേഞ്ച് ഉള്ളതുകൊണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ആളുകൾ അതിലേക്ക് എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആളുകൾ സമയം ഉണ്ടായിരുന്നു അത് കാണാൻ. മാക്സിമം എന്താണ് ഇപ്പൊ എന്താ പറയുക ഒരു പ്രൊഡക്റ്റിന്റെ ഷോർട്ടാണ്, എസൻസ് എന്ന് പറയാം. എസൻസ് ആണ് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് കാര്യമുള്ളൂ. അതാണ് ഇതിലെ ഒരു വലിയൊരു ഞാൻ മനസ്സിലാക്കിയ സത്യാവസ്ഥ. അപ്പൊ ആ എസൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം ഒരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ്, പ്ലാൻ ഉണ്ടാവുന്നതാണ്. കാരണം നൗ ഡേയ്സ് കുട്ടികളൊക്കെ തന്നെ നമ്മൾ വാച്ച് ചെയ്താൽ അറിയാം, അവർക്കാർക്കും യൂട്യൂബ് വീഡിയോയിൽ പോലും അവർ ഷോർട്സ് ആണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഷോർട്സിൽ തന്നെ കണ്ടന്റ് കുറവാണെങ്കിൽ അവരെ മൊമെന്റിൽ അവർ സ്ലൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര സെക്കൻഡിൽ നമ്മുടെ കോണ്ടന്റ് പറയാന്നുള്ളതാണ് ബ്ലോഗിന്റെ ഒരു ഇതുപോലെയുള്ള മൊഴിമുത്തുകളാണ് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഇതുപോലെയുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ള മൊഴിമുത്തുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തത്. പിന്നല്ല, പിന്നെ നിങ്ങളെ ജീപ്പ് ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു നിങ്ങളെ ജീപ്പായിട്ട് ഇങ്ങനെയുള്ള കുലുക്കം ഉണ്ടല്ലോ. ഗായ്സ്, അപ്പൊ ഇതാ നമ്മൾ നമ്മളുടെ പ്രൊജക്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, ഗേറ്റ് അടച്ചിട്ടുണ്ട്. ബാബുവേട്ടൻ വരണം. ബാബുവേട്ടൻ വരുന്നവരെ ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാക്കിൽ വേറൊരു ടീമുണ്ട്. ഓക്കെ, നമ്മുടെ പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ അവരും ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ബാബുവേട്ടൻ വന്നിട്ടുണ്ട്. ബാബുവേട്ടൻ ഗേറ്റ് തുറക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റിലോട്ടാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. എല്ലാം പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടുത്തൊരു വ്ളോഗ് കൂടെ ആയിട്ട് നമ്മൾ വരേണ്ടി വരും. ഞാൻ പോയിട്ട് തുറന്നു കൊടുക്ക ഗൈസ്. ബാബുവേട്ടൻ ഞാൻ വരാം. ബാബുവേട്ടന് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ തുറന്നു കൊടുക്കുകയാണ്. ഞാൻ തുറന്നിട്ടാ ചവി മാറിയോ? ഇല്ലില്ല, ഉള്ളി കയറിയിട്ടില്ല. ഇത് തുറക്കാൻ പറ്റില്ല. തുറന്നിട്ടുണ്ട് ഗൈസ്. ഒരു വ്ളോഗ് ശരി. എടാ ഒന്ന് ശരിക്ക് തുറന്ന്. അത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തത്. വിളിക്കും. പക്ഷെ അത് കണക്ട് ചെയ്യാൻ HOD ഡാറ്റ കൊടുക്കാൻ പറഞ്ഞു. അവര് ഷെഡ്യൂൾ വന്ന ഓർഡർ ആണത്. പിന്നെ രജീഷ് ഭായ് കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. മൂപ്പര് നിങ്ങൾക്ക് അന്ന് പറഞ്ഞല്ലേ? ഇത് ബാബുവേട്ടൻ, മൂപ്പരാണ് ഇത് കൈകാര്യം ചെയ്യണത്. നമ്മളെ പാർട്ട്ണറാണ്. അപ്പോൾ ഇത് ഡോണയാണ് നമ്മുടെ ഫ്രാഞ്ചൈസ് കോർഡിനേറ്റർ. വിനീസിനെ അറിയാലോ. ഇതിപ്പോ ബാബുവേട്ടാ, ഇതിപ്പോ ടോട്ടൽ എത്ര ഉള്ളതെന്ന് പറഞ്ഞേ? ഇങ്ങോട്ട് കയറി നോക്കാലോ അല്ലേ?
ആ ആ കൊള്ളാണ്. ഇത് ഈ കുളമൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാ ചേട്ടാ? ഇതില് കുളിക്കാറൊക്കെ ഉണ്ടോ? ആ അല്ല ഇത് സെറ്റാക്കിയാ അത് ഉപയോഗിക്കാം. ഇത് അല്ലേ അങ്ങനത്തെ കുട്ടികളല്ല, പെടൽ ബോട്ട് നട്ടുന്ന കുട്ടികളല്ല. പക്ഷെ ഇത് കണ്ടിട്ട് റിസോർട്ട് ഉണ്ട്. ഓ അത് ശരി. ആ അതിനെ പറ്റും, അടിപൊളിയാക്കാം. ഇതില് പെട്ടത് അത്? ഓ അത് ശരി. ആ അപ്പൊ ഈ 1 ഏക്കറിൽ പെട്ടതിലാണ്. അത് ശരി. വേനൽക്കാലത്ത് ഇത്ര വെള്ളം ഉണ്ടാവണമെന്നുണ്ടോ? ഈ സാധനം ഭംഗിയാക്കി എടുക്കാം. ഭംഗിയാക്കി എടുക്കണം. അതിന്റെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഈ മരമൊക്കെ വെട്ടിയിട്ട് നല്ല താമര രീതിയിലാക്കാന്ന് പറയാം. അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലേ അതെ 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 അതായിരിക്കും. അതെ 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 ഒരു ശ്മശാന മൂകതി അതെ 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 അതെ. നമുക്ക് കയറി നോക്കാം. ഇത് ഇവിടെ മൂപ്പര് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മേടിച്ചു വെച്ചതാണ്. ഇതാണ് ഒരു റൂമിന്റെ സ്പേസ്. ചേട്ടാ 60 റൂമല്ലേ ഉള്ളത് ടോട്ടല്? ബാബുട്ടാ 60 റൂമല്ലേ ഉള്ളത്? ആ ആ 60 ഇതേപോലത്തെ റൂമുകളുണ്ട്. അപ്പോ ഇത് പൊളിക്കുക, ഇതും പൊളിക്കുക. അപ്പൊ സ്ട്രെയിറ്റ് ഒരു ക്ലാസ് റൂമായി. അങ്ങനെ ഒരു 12 ക്ലാസ് റൂമുകൾ. ആ അല്ല അത് വേണ്ടി വരും. ആ അല്ല നമുക്ക് അതെ 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 ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ ബാബുട്ടൻ ഇത് തുറക്കാൻ പറ്റുമോ? ബാബുട്ടൻ ഇത് തുറക്കാൻ പറ്റുമോ? പഴയൊരു മറ്റേ സെറ്റപ്പാണ്, പഴയ ഹോസ്റ്റൽ സെറ്റപ്പ്. ആ അതെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വവ്വാലൊക്കെ പറഞ്ഞു. ഈ ഏരിയ ഇതിൽ പെട്ടതാ കേട്ടോ താഴെയുള്ളത്? ഗംഭീര ഏരിയ കേട്ടോ ബാക്കൊക്കെ. ആ അതെ അതെ. പന്നികളൊക്കെ ഇവിടെ സ്ഥലം. ഇവിടെ ഈ ഷീറ്റിൽ തന്നെ കൊണ്ട് ഇതിലേക്ക് പന്നിയൊന്നും കയറില്ല. ഇതിന്റെ വാഴയൊക്കെ അടുത്താണോ? ഒരു ക്യാമ്പസ് രക്ഷയില്ലാതെ സെറ്റ് ചെയ്യല്ലേ. ഒരു ചോപ്പ് ബ്ലാക്ക് കളറാ. മൂപ്പരിപ്പോ ഹോസ്റ്റൽ പ്ലാനിൽ തന്നെ എടുത്തതാ. ആ ആ അതിലേ റോഡുണ്ട്. നമ്മൾ ചേനോത്ത് വരുന്ന നിങ്ങൾ ഇങ്ങോട്ട് കയറിയില്ലേ, അവിടെ നേരെ പോകുന്ന ചേനോത്ത് റോഡ്. വെള്ളം കുഴൽക്കിണർ, ഇതില് കുഴൽക്കിണറുണ്ട്, ഒരു കിണറും ഉണ്ട് ഓൾറെഡി. ക്ലാസ് റൂമുകൾ മറ്റേ ഡയറിയിലാണ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 ആഴ്ചക്കൊക്കെ അല്ല ഒരാഴ്ചക്കൊക്കെ വെച്ചാൽ മതി.